നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പം ഇക്കമ്മി ഓക്കെ അല്ലേ? നിങ്ങള് ട്രെയിനും കാര്യങ്ങളൊക്കെ അപ്പം വലിക്കുമില്ല, ശബ്ദം കേൾക്കുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ അല്ലേ? സൗണ്ട് കേൾക്കില്ലേ? ആ കേൾക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിൽ നമ്മള് കാൻവന്റെ ട്രെയിനിങ്ങിലെ രണ്ടാമത്തെ കൊണ്ടിരിക്കുന്നത്. നമ്മള് ട്രെയിനിങ് എടുക്കുന്നത് ഹംസ അലി കമ്മിയാണ്. അസം അലി കമ്മിയെ സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് ട്രെയിനിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ഹംസ സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇതിൽ ജംഷീർ എന്നുള്ള ഒരു ഇത് മൈക്ക് ഓണാണ്, ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്കി എല്ലാവർക്കൊക്കെ ഓക്കെ അല്ലേ? ശബ്ദം ഓക്കെ അല്ലേ? വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് ഓക്കെ. ഓക്കെ. പിന്നെ ഇതില് സ്ക്രീന് കാണുന്നുണ്ടോ ഇപ്പോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മളൊരു പുതിയ വർക്ക്ഷോപ്പിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ക്യാൻവ അത് പഠിക്കുന്ന രണ്ടാമത്തെ വർക്ക്ഷോപ്പാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദീനിനും അതുപോലെ തന്നെ നമ്മളുടെ പരലോകത്തിനും ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു അറിവാക്കിക്കൊണ്ട് ഇതിനെ മാറ്റുമാറാകട്ടെ എന്ന് ആദ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവരുടെ നിയ്യത്ത് എന്നുള്ളത് നമുക്കറിയാലോ. ഇത് നമ്മളുടെ ദീനിനു വേണ്ടിക്കൊണ്ട് നമുക്ക് ചെലവഴിക്കുവാൻ, നമുക്ക് ഇതിന്റെ പേരിൽ ഇനി ഒരു പരിപാടി നടക്കാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മാറ്റിവെക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം നമ്മളൊരു ഇതുപോലൊരു വർക്ക്ഷോപ്പ് ആയിക്കൊണ്ട് വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുവാനും അതുപോലെ തന്നെ എല്ലാവരുടെയും അറിവിലേക്ക് പറയുവാനും ഉള്ളൊരു കാര്യം എന്നുള്ളത്, ഇത് നമ്മളൊക്കെ കേവലം നമ്മൾ പഠിച്ച് ജസ്റ്റ് നമ്മൾ ഇതിലൊന്നും ഒരായത്തിലുള്ള പഠനം നടത്തിയിട്ടല്ല ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾക്ക് അറിവുള്ള ഈ ഒരു വിഷയത്തിലെ വിജ്ഞാനം അത് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ ഇതിൽ തീർച്ചയായിട്ടും എന്നെക്കാളും അറിവും കഴിവുമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത്, അഥവാ ഓരോ ആളുകളും ഇതിങ്ങനെ പോസ്റ്ററുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി അയക്കുന്ന സമയത്ത് അവരെയൊക്കെ സഹായിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുവാനും എല്ലാവരും ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും പുതിയ ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കുവെക്കാം. പരസ്പരം അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം എന്നുള്ളതാണ് പ്രത്യേകമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ
ഈ ക്ലാസ്സിന്റെ തുടക്കത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. എല്ലാവർക്കും ആദ്യം ശബ്ദം ഓക്കെയാണ്, സ്ക്രീന് കാണുന്നുണ്ട് എന്നുള്ളതൊന്ന് കൺഫേം ഒന്നും കൂടി ചെയ്യാൻ പറ്റുമോ? ഓക്കെയാണ്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ. സ്ക്രീനിൽ കാൻവന്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അതെ, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇൻഷാല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയ ഭാഗം നമ്മൾ ഒന്ന് ഓടിച്ചു പറയാണ്. ഇനി പുതിയ ആരെങ്കിലും ഒക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് പറയുന്നത് നന്നാവും എന്നാണ് വിചാരിക്കുന്നത്. ക്യാൻവ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിന്റെ എല്ലാ ഫീച്ചറുകളും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സബ്സ്ക്രിപ്ഷന് ആവശ്യമാണ്. എങ്കിൽ അത് നമുക്കറിയാം, കൊളാബ് ചെയ്തിട്ട് ഏതെങ്കിലും, ഇതിപ്പോ എന്റെ ഒരു ക്യാൻവന്റെ ഞാനിത് കാണിച്ചുതരാം. എന്റെ അക്കൗണ്ട് ആണ് ഇതിൽ ഫസ്റ്റ് ഉള്ളത്. അതിന് താഴെ ഒരു ടീമിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിജി പ്രൊഡക്റ്റ് പ്രോ എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ടീമിന്റെ കൂടെ ഞാൻ ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തപ്പോൾ അതിന്റെ കൂടെ 37 ആളുകൾ കൂടെ ഉണ്ട്. അപ്പൊ അതിൽ ഒരു അംഗമായിക്കൊണ്ടാണ് ഞാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും അതല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ അതിലൊക്കെ ഈ ക്യാൻവയുടെ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അത് ഏറ്റവും നല്ലത് നോക്കിക്കൊണ്ട്, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളം ഫോണ്ട് അത് ഉള്ളത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഒക്കെ ആണെങ്കിൽ, ഇത് പൂർണ്ണമായിട്ട് നമ്മൾ മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ ഏകദേശം 3000 സംതിങ് ആണ് നാട്ടിലെ ഇന്ത്യൻ രൂപയായിട്ടുള്ളത്. ഇനി അതല്ലാതെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ ടീമുകളുടെ ഒക്കെ കൂടെ ആയിക്കൊണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 150 രൂപ ഒരു വർഷത്തിൽ, അതല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ടും ചില ആളുകളൊക്കെ അവരൊറ്റ 150 രൂപ കൊണ്ട് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് മറ്റൊരു ഇതിന്റെ ചില ഓപ്ഷനുകൾ, ബ്രാൻഡ് കിറ്റ് എന്നുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അഥവാ നമുക്കൊരു കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഒരു ബ്രാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അതിന്റെ എല്ലാ അതിന്റെ ഫോണ്ടുകളും അതുപോലെ തന്നെ ലോഗോകളും തുടങ്ങിയ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഓപ്ഷനാണ് ഈ ബ്രാൻഡ് കിറ്റ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ പ്ലാന് നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പോ അതൊന്നും വേണ്ട, ജസ്റ്റ് പോസ്റ്റർ മാത്രം മതി, അത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെയുള്ള ആണെങ്കിൽ ഈ ഒരു രൂപത്തിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതിന്റെ എല്ലാ ഫീച്ചറുകളും നമുക്ക് യൂസ് ചെയ്യാം, ഈ 1-2 ഭാഗങ്ങൾ മാത്രം മാറ്റിവെച്ചാൽ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്യാൻവയെ കുറിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് മറുപടി തരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ പ്ലാനുകളും കാര്യങ്ങളും കിട്ടാത്ത ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചാൽ അത് കഴിഞ്ഞ പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്ത അത് എടുത്ത ആളുകൾ പല ആളുകളുണ്ട്. അവരതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നോളൂ. അപ്പൊ ഇൻഷാല്ലാ ആ രൂപത്തിൽ നിങ്ങൾ അവരോട് ചോദിച്ച് വാങ്ങിയാൽ മതി. ഏതായാലും നമ്മൾ ക്യാൻവയിലേക്ക് നമ്മൾ പ്രവേശിച്ചത് ആദ്യം ഇതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ക്യാൻവ എന്നുള്ളത് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ക്ലൗഡ് ബേസ്ഡ് ആവുന്ന നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കണ്ട റീസെൻസ് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ മുന്നേ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലിങ്ങനെ നമുക്ക് എടുക്കാൻ കിട്ടും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് എടുത്ത് അതിൽ എഡിറ്റിംഗ് നടത്തി നമുക്ക് പുതിയൊന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, നമുക്ക് ഏതൊരു സ്ഥലത്ത് വെച്ചാണെങ്കിലും ഇന്റർനെറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ഈ ക്യാൻവയിൽ തുറന്ന് നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിപ്പോൾ മൊബൈലിലാണെങ്കിൽ നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാം, ലാപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാം. അപ്പോൾ PC മറ്റുള്ള എല്ലാത്തിലും നമുക്ക് സ്യൂട്ടാകുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് ക്യാൻവയെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിന്റെ ടൂളുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ആവർത്തി ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇത് ശ്രദ്ധിക്കുക. ഇതില് ഈ പ്ലസ് ചിഹ്നം, അതായത് ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലാണ് എന്താണ് നമ്മൾ ഒരു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഔട്ട്ലൈൻ, നമുക്ക് അതിനുള്ള ഒരു ബേസ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അഥവാ ക്യാൻവാസ് നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണെന്ന് അർത്ഥം.
ഇപ്പോൾ പ്രസന്റേഷൻ ആണെങ്കിൽ ഇതിൽ പോപ്പുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട്, അത് പ്രീസെറ്റഡ് ആയിട്ടുള്ള ക്യാൻവാസുകളാണ് ഇതൊക്കെ. അതിൽ സോഷ്യൽ മീഡിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോസ്റ്ററുകളും തംബ്ലൈൻ, ഇപ്പൊ യൂട്യൂബ് തംബ്ലൈൻ ആണെങ്കിൽ യൂട്യൂബ് തംബ്ലൈൻ, യൂട്യൂബിൽ വരുന്ന ഓരോ വീഡിയോസിന്റെയും ഒരു തംബ്ലൈൻ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഇത് നക്കി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് സൈസ് നമുക്ക് പിന്നെ സൈസ് എന്ത് ചെയ്യണ്ട, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നേരെ ഇത് നക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകും. ഇത് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിൽ ധാരാളം ഉണ്ട്. ഫോട്ടോ എഡിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ ഫോട്ടോ എഡിറ്റർ എന്നുള്ള നമ്മളെ ഇതിലുള്ള നമ്മളുടെ ഡിവൈസിലുള്ള ഫോട്ടോസിനെ നമുക്ക് നേരെ കൊണ്ടുവന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫോട്ടോ എഡിറ്റർ. വീഡിയോസ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് നേരെ സെലക്ട് ചെയ്യാം, നമുക്ക് ബ്രൗസ് ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ എന്നുള്ളത്, അതൊക്കെ നമുക്ക് അതിന്റെ ഒരു രൂപങ്ങളാണ് ഇതിലുള്ള ഷീറ്റുകൾ, അതുപോലെ കോഡ് ചെയ്യുന്നതിൽ, അതുപോലെ പ്രസന്റേഷൻ ഡോക്യുമെന്റ്സ്, പിന്നെ വൈറ്റ് ബോർഡ്സ്, പിന്നെ വെബ്സൈറ്റുകൾ, ഇതിൽ എല്ലാ തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. ഇനി ഇതൊന്നും അല്ല, നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചൊരു സൈസ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ കസ്റ്റം സൈസിൽ നമുക്ക് പോയാൽ അത് എടുത്ത് ഹൈറ്റ് കൊടുത്തിട്ട് അത് പിക്സലിലാണെങ്കിലും സെന്റിമീറ്റർ, അതുപോലെ മില്ലിമീറ്റർ, ഇഞ്ചിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോസോ മറ്റൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് അതിൽ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ അപ്ലോഡ് കൊടുത്തിട്ട് അതിലെന്ത് ചെയ്യാം, നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിന്റെ ഒരു ഭാഗം എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇതില് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് റൂം എന്നുള്ളത് നമുക്കിപ്പോ ആവശ്യമില്ലാത്ത ഒരു വിഷയം, അഥവാ അത് നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ മതി. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചറുകൾ ഉള്ളത്. പ്രത്യേകമായിട്ട് അത് പുതിയ വന്നൊരു അതിന്റെ പ്രധാനമായിട്ട് ഒരു ഫീച്ചറാണ്. അത് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു കൊളാബ് ചെയ്ത ഒരു ടീം ഉണ്ടെങ്കിൽ അവരുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുലം ഏതായാലും അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ഇല്ല. ഇനി അടുത്തൊരു ഭാഗം എന്നുള്ളത് പ്രൊജക്റ്റുകളാണ്. നമ്മൾ ചെയ്ത ഓരോ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ഫോൾഡർ ആക്കിയിട്ട് വെക്കാം. ഓരോ ഫോൾഡറിൽ ഇപ്പൊ നമ്മളുടെ ലോഗോ മാത്രം ഡിസൈൻ ആണ്, ലോഗോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോഗോ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് അത് മാത്രമാക്കി വെക്കാം. പിന്നെ ഒരു വർക്കിന്റെ സ്റ്റാറ്റസ് വീഡിയോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കാം. വീഡിയോസ് എന്നുള്ളത് ആ രൂപത്തിൽ, അങ്ങനെ നമുക്ക് എന്താണെങ്കിലും കസ്റ്റം ചെയ്തുകൊണ്ട് നമുക്ക് ഫോൾഡറുകളാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഡിസൈനുകളും കാര്യങ്ങളും ഇമേജുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കും ഈ ഒരു ഭാഗത്ത് നമ്മളുടെ പ്രൊജക്റ്റുകൾ എന്നുള്ളത്. ഇനി ടെംപ്ലേറ്റ്സ് എന്നുള്ളതാണെങ്കിൽ പൊതുവായിട്ട് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സുകൾ ഒക്കെ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ എന്നുള്ളത്. അത് ഇവിടെ മുകളിൽ കുറെ അതിന്റെ ഓപ്ഷൻസുകളുണ്ട്. എഡ്യൂക്കേഷൻ, പ്രസന്റേഷൻ, വർക്ക്ഷീറ്റ്, ഡോക്യുമെന്റ്സ്. അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടത് അത് നോക്കിയിട്ട്, ഇപ്പൊ ബിസിനസ് കാർഡാണ് നമുക്ക് വേണമെങ്കിൽ ആ ബിസിനസ് കാർഡ് നോക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന ബിസിനസ് കാർഡിൽ ഏതൊക്കെയാണ് പല രൂപത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ. ഈ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കസ്റ്റം ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എഡിറ്റിങ്സ് നമ്മളുടെ കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെതാണെങ്കിൽ, എന്തെങ്കിലും കടയുടേതൊക്കെ ആണെങ്കിൽ ആ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാത്രം നമ്മുടെ ലോഗോ നമ്മൾ അത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പേര് നമ്മളുടെ പേരാക്കി കൊടുക്കുക. ഡിസൈൻ ആ ഡിസൈനിൽ തന്നെ ആക്കിയാൽ അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ ഉണ്ടാവുക. അതിൽ പ്രീസെറ്റ് ആയിട്ട് കുറെ പല രൂപത്തിലുള്ള മോഡലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കതിൽ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ടെംപ്ലേറ്റ്സിന്റെ ഏതെങ്കിലും മോഡലുകൾ, രൂപങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും നമ്മളുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഡിറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൽ വരും എന്നുള്ളതാണ്. പിന്നെ ബ്രാൻഡ് കിറ്റിന്റെ ഞാൻ പറഞ്ഞു, അത് നമ്മളിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ കുറെ ആപ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതിലായിട്ട് കൊളാബ് ചെയ്ത കുറെ ആപ്പുകളൊക്കെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്തൊരു ഭാഗത്ത് പറയാം. ഏതായാലും തുടക്ക സമയത്ത് നമുക്കൊരു പോസ്റ്റർ അത് ഉണ്ടാക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റിൽ പോയിട്ട് നമുക്കൊരു സൈസ് ഏതാണ്, ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പോസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇടേണ്ടത്. അപ്പൊ അതിന്റെ ആ ഒരു ഇൻസ്റ്റ പോസ്റ്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസ് എത്രയാണോ ആ കറക്റ്റ് സൈസ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഷീറ്റ് നമുക്ക് കിട്ടും.
ഈ ഷീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നമ്മളുടെ എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇനി ഏത് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിങ്ങൾ നടത്താം. നമുക്ക് സ്വന്തമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഒരു ഉദാഹരണത്തിന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ടെംപ്ലേറ്റ്സ് എന്നുള്ളതാണെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ള കുറെ ടെംപ്ലേറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കി കുറെ ധാരാളക്കണക്കിന് കാണാൻ പറ്റും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ധാരാളക്കണക്കിന് പ്രീസെറ്റ് ആയിട്ടുള്ള നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിനൊരു ടെംപ്ലേറ്റ്സ് എടുത്ത് കാണിച്ച ഒറ്റൊരു പേജ് മാത്രം, ഞാൻ ഈ ഒരു പേജ് എടുത്തു. ഇത് എൻ്റെ ഞാൻ എൻ്റെ വർക്കിംഗ് സ്പേസിലേക്ക് അത് വന്നു. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ ടെക്സ്റ്റുകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? അഥവാ നമുക്ക് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ. നമ്മൾ എടുക്കുക, നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വിസ്ഡം എന്നാണെങ്കിൽ വിസ്ഡം എന്നുള്ളത് അത് കൊടുത്തു, നമ്മളത് നേരെ അതൊന്ന് അലൈൻ ചെയ്ത് വെച്ചു. അടുത്തൊരു ഭാഗം നമ്മൾ നേരെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാമിന്റെ ഇപ്പോൾ പ്രോഫ്കോൺ ഒരു ഉദാഹരണം പറയാണ്, പ്രോഫ്കോൺ. ഇപ്പൊ പ്രോഫ്കോൺ എന്നുള്ളത് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്താൽ വിസ്ഡം എന്നുള്ളത് ഒന്ന് ചെറുതാക്കി പ്രോഫ്കോൺ എന്നുള്ളത് ഇതാ. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, ഇതിക്ക് നമുക്ക് കുറെ കാര്യം, അഥവാ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പല രൂപത്തിലുള്ളതാ. ഇവിടെ സാധാ രൂപത്തിലുള്ള ടെക്സ്റ്റുകളാണ് ആഡ് ഹെഡിങ് എന്നുള്ള അതിന്റെ സൈസുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതിനടിയിൽ പോയാൽ പല മോഡലുകളിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാം. അതൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി എലമെന്റ്സ്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്നുള്ളത്. എലമെന്റ്സ് നമ്മൾ കൊണ്ടുവരാം. അതായത് ഈ ഒരു പോസ്റ്ററിനെ ഭംഗിയാക്കുന്ന അതിന്റെ ഓരോ ഭാഗങ്ങൾ, അതിന് ഷേപ്പുകൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഏതാ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതൊരു ഷേപ്പാണ്. ഈ ഒരു ബ്ലൂ കളറിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഭാഗം ഇതൊരു ഷേപ്പാണ് അല്ലെ? ഈ ഒരു ഷേപ്പ് നമുക്ക് ഇത് പല രൂപത്തിലേക്ക് മാറ്റാൻ ഇതൊക്കെ പറ്റും. ഈ ഒരു ഷേപ്പ് നമ്മൾ കൊണ്ടുവരുന്ന ഇതിലുള്ള ഷേപ്സ് എന്നുള്ള കോളത്തിലാണ്. അത് നമുക്ക് പുതിയത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇതെടുത്ത് ഞാനൊരു പുതിയ ഷേപ്പ് ഒരു റെക്ടാങ്കിൾ ഒരു രൂപത്തിൽ എടുത്തിട്ട് നേരെ ഇവിടെ ഒരു പുതിയ ഷേപ്പ് വെറുതെ നമുക്ക് ഷേപ്സുകൾ കൊണ്ടുവരണമെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കൊണ്ടുവരാം. ഇനി ഗ്രാഫിക്സുകൾ കൊണ്ടുവരണമെങ്കിൽ, ഇപ്പൊ ഗ്രാഫിക്സുകളാണ് ഇതിൽ നമുക്ക് ഭംഗി വരുത്തുന്നത്, പല രൂപത്തിലുള്ള ഗ്രാഫിക്സുകൾ. ഇപ്പോൾ ഒരാളുടെ ഇവിടെ നമുക്ക് ഒരാൾ സംസാരിക്കുന്ന ഒരു പ്രഭാഷകന്റെ പേരാണ് എഴുതണം എന്നുള്ളത് എങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, അവരുടെ പേര് നമുക്ക് ഉൾപ്പെടുത്താം ഈ രൂപത്തിൽ. ഇതെങ്ങനെ, ഇത് റീസെന്റ്, ഇത് മുന്നേ ഞാൻ ഉപയോഗിച്ചത്. നമുക്ക് ഇവിടെ ഏതാണ് വേണ്ടത്, എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ, ഇപ്പൊ മൈക്കിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിന്റെ ഫോട്ടോസ് നമുക്ക് അതിന്റെ കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്തും നമ്മൾ ഇവിടെ എഴുതി കൊടുത്താൽ അത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിൽ AI ടൂളുകളൊക്കെ ഉണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് ലാസ്റ്റ് ഒരു ഭാഗമായിട്ട് നമുക്ക് AI ഭാഗം നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഇതിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളർ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കളർ മാറ്റാം. ഒന്നുകൂടി കാണിക്കാം. നമ്മളുടെ ഓരോ എലമെന്റ്സുകളും നമുക്ക് ഇതിലിങ്ങനെ നെക്കി കഴിഞ്ഞാൽ അതിങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ എലമെന്റ്സ് നമ്മൾ ഇത് ഒന്ന് നെക്കി കഴിഞ്ഞാൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ഈ ഒരു ബാറിൽ, ഇതിപ്പോ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ താഴെ ആയിരിക്കും വരിക. അപ്പൊ ഈ ഒരു ബാറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ കളേഴ്സ് ഉണ്ട്. ഇതിൽ ടോട്ടലായിട്ട് ഉൾപ്പെടുത്തിയ 2 കളറുകളാണുള്ളത്. ഒന്ന് ബ്ലാക്കും അതുപോലെ തന്നെ യെല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, യെല്ലോ മാറ്റിയിട്ട് അതിലെ ബ്ലൂ ആക്കിയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ബ്ലൂ കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ കളറുകൾ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. കളറുകളുടെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ ഈ കളേഴ്സിലുള്ള ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കളറ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് എഡിറ്റിംഗ് നടത്താം. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ആ സെലക്ഷൻസ് എവിടെയാണ് വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ
ഈ ഒരു ടൂൾ ബോക്സ് നമുക്ക് അവിടെ വരിക. ഇപ്പൊ ഞാൻ ഈ ഒരു ടെക്സ്റ്റിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പൊ ടെക്സ്റ്റിനനുസരിച്ചിട്ട് എന്റെ ടെക്സ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ ടെക്സ്റ്റ്, പല ടെക്സ്റ്റുകളുടെ രൂപങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഈ ടെക്സ്റ്റിലേക്ക് എനിക്ക് മാറ്റാം. അതാണ് ഈ ടെക്സ്റ്റ് ബാർ. നമുക്ക് ഇഷ്ടം ധാരാളം കണക്കിന് ടെക്സ്റ്റുകൾ അറബിയിലും ഇംഗ്ലീഷിലും ആയിട്ട് ധാരാളം ഉണ്ട്. ഇനി മലയാളത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രത്യേകമായിട്ട് പർച്ചേസ്, മലയാളം ഉള്ളത് പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതും കിട്ടും. ഓക്കെ, ഏത് രൂപത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ടെക്സ്റ്റ് അവിടെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ള നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയ സൈസ് കൂട്ടുന്നത് 22, 23 അത് സൈസ്. അടുത്ത കളറാണ്, അതിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ അത് ബോൾഡ് ചെയ്യുന്നത്, ഇറ്റാലിക്, അതുപോലെ അണ്ടർലൈൻ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കഴിയും. പിന്നെ അത് ക്യാപിറ്റൽ മാത്രമാക്കുന്നത്, അതിനാണ് ഈ ഒരു ഇത്. അതുപോലെ തന്നെ പിന്നെ അലൈൻ ചെയ്യുന്നത് സെന്റർ, അതുപോലെ തന്നെ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് എന്നുള്ള രൂപത്തിൽ. പിന്നെ കുറെ ഒന്നിലധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോട്ട്സുകളാക്കിയിട്ട് മാറ്റണമെങ്കിൽ, അത് പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ രൂപത്തിലും അതിന് ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത ഈ ഒരു ടി എന്നുള്ള ഈ ഒരു ലെറ്റർ സ്പേസിങ്ങിന്റെ ഒരു ഓപ്ഷനാണിത്. അഥവാ നമ്മൾ എഴുതിയ ആ ഒരു ലെറ്ററിനെ അതിന്റെ സ്പേസ് ഇടയിലുള്ള ഓരോ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് നമുക്ക് വലുതാക്കണമെങ്കിൽ ഈ രൂപത്തിൽ ഇങ്ങനെ അത് നീട്ടിയും കുറച്ചും ചെയ്താൽ ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വലുതാക്കാൻ പറ്റും. ഇനി അതല്ല, ലൈനുകൾ തമ്മിൽ ഇപ്പൊ ഇതിന് 2 ലൈനുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഇതിന് 1 അടിയിലാണ് വരുന്നതെങ്കിൽ ഇതിനെ തമ്മിൽ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അഥവാ ലൈന് തമ്മിൽ അതിന്റെ സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്രാൻസ്പെറൻസി അത് നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ അത് കുറക്കാനുള്ളത്. ഉദാഹരണത്തിന് ഇതൊക്കെയാണെങ്കിൽ നമ്മളിതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് ഇതെങ്ങനെ എടുത്ത് കാണിക്കണ രൂപത്തിലാക്കാൻ പറ്റും. ഇതൊക്കെ ബാക്കി ഒരു പിക്ചർ കൊണ്ടുവന്ന് അതിലുള്ള എലമെന്റ്സ് കൊണ്ടുവന്ന് അതിനെ എന്ത് ചെയ്യുക, നമ്മളുടെ ഇമാജിനനുസരിച്ച് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പോസ്റ്റർ എന്നുള്ളത്. അത്രേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇനി എഫക്റ്റുകളാണെങ്കിൽ നമുക്ക് ഈ എഫക്റ്റുകൾ നിങ്ങൾ ഓരോന്ന് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അഥവാ ഇതില് പ്രധാനമായിട്ട് ഇതിലുള്ളത് നമ്മുടെ ഷാഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അതിൽ പല രൂപത്തിലുള്ളതുണ്ട്. ഓരോന്നും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ധാരാളം സമയം നഷ്ടമായി. അപ്പൊ നമ്മൾ ഇത് എടുത്തു നോക്കിയാൽ ഇതാണ് ഇതില് ഇപ്പൊ ഒരു ഷാഡോ ഇവിടെ വന്നത് കാണാൻ പറ്റും. ഈ പ്രോഫ്കോൺ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റില് ഷാഡോ വന്നത് കാണാൻ പറ്റും. അതിന്റെ ഡയറക്ഷൻ അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിങ്ങനെ നീങ്ങുന്നത് ഷാഡോ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് നമുക്ക് ഒരു ലൈറ്റിന് പറ്റുന്ന രൂപത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാം. പിന്നെ എത്രത്തോളം അത് ടെക്സ്റ്റുമായിക്കൊണ്ട് നിൽക്കണം, ഓഫ്സെറ്റ് ആയിക്കൊണ്ട് എങ്ങനെ അതിന്റെ എത്ര അളവിൽ നമുക്കത് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഓപ്ഷനാണത്. പിന്നെ ബ്ലറ് നമുക്ക് ബ്ലറാക്കിക്കൊണ്ട് അതിനെ ഒരു ഷാഡോ ആ ഒരു ഭാഗത്ത് ചെറിയ രൂപത്തിൽ ലൈറ്റ് ആയിക്കൊണ്ട്, അതല്ല ഇനി ബ്ലറൊന്നും ഇല്ലാതെ ബോൾഡ് ആയിട്ടുള്ള രൂപത്തിലാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എടുത്ത് ടെക്സ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ട്രാൻസ്പെറൻസി കട്ടിയിൽ വേണം, അതല്ല ചെറിയ രൂപത്തിൽ മതി, അപ്പൊ ആ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നെടുത്ത ഓരോന്ന് ഇതേപോലെ ഇതിന്റെ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ധാരാളമായിട്ട് അതിലുണ്ടാവും. ഇനി ആനിമേഷൻ എന്നുള്ളത് അത് നമ്മൾ ഇതിന്റെ വീഡിയോന്റെ ഭാഗത്ത് പറയുന്നതാണ്. ഇൻഷാ അള്ളാ ഇതില് പ്രത്യേകിച്ച് നമുക്കിപ്പോ ഈ ഒരു സംഭവത്തെ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ക്യാൻവയിലുണ്ട്. അപ്പൊ ഒരു പോസ്റ്ററിന്റെ സംഭവം ഇതിനെ പോലെ നമുക്കൊരു ചെറിയ ഒരു മിനിറ്റ് ഒരു അര മിനിറ്റിന്റെ ഒരു വീഡിയോ ആക്കണം, 30 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആക്കണം, അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആക്കണം. അപ്പൊ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതിലുള്ള ഓരോ എലമെന്റ്സ് നമ്മൾ എടുക്കുക, അതിന് ആനിമേഷൻ നമ്മൾ കൊടുക്കുക. ഓരോ എലമെന്റ്സിനും നമ്മൾ ആനിമേഷൻ കൊടുക്കുക. ഉദാഹരണത്തിന് ടെക്സ്റ്റ് വരുന്നത് ഈ രൂപത്തിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള രൂപത്തിൽ അതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അതല്ല ഇനി മറ്റൊരു രൂപത്തിൽ ഇതിന്റെ കുറച്ചും കൂടെ ഒരു കാണാൻ ഭംഗിയുള്ള, നമ്മൾ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കിയാൽ അതിങ്ങനെ വരുന്ന അതിന്റെ ആനിമേഷൻസ് ഉണ്ട്. അതിങ്ങനെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, അതിന് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ വീഡിയോ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ക്യാൻവയിലുള്ളത്. ഓക്കെ, നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ എലമെന്റ്സിനും നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കൊടുത്തു കഴിഞ്ഞാൽ
ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സ്പീഡ് ഇതേ കാര്യം തന്നെ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീഡിയോന്റെ ഭാഗം ഇതിന്റെ കൂടെ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കിട്ടും. ഓക്കെ, ഓക്കെ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ളത് കൊടുക്കട്ടോ. ഞാൻ ഇതിലിങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഞാനിത് കൊടുത്തു, അഥവാ പല ആനിമേഷൻസ് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഒന്നുമില്ല. നമ്മളിപ്പോ ഈ ചെയ്ത കാര്യം ജസ്റ്റ് എത്ര സെക്കൻഡ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിലൊക്കെ അതെന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഉണ്ട്. ഓരോന്ന് എടുത്ത അതിന് ആനിമേഷനിൽ നമുക്ക് അതെന്ത് ചെയ്യാം, എത്ര ടൈമാണ് അതിന്റെ ടൈമിന്റെ ചിലതൊന്നും നമുക്ക് വളരെ ചെറുത് മാത്രമായിരിക്കും. അതുകൊണ്ട് അതിന് ഒരു ടൈം നമുക്ക് ഫിക്സ് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പൊ ചെറിയ രൂപത്തിലുള്ള ആനിമേഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അത്. പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ ഇതാ നമ്മൾ ചെയ്ത ആ ഒരു സംഭവം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കിട്ടി. വളരെ സിമ്പിൾ ആണ്. ആനിമേഷൻസ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കുക. നമുക്ക് ഈ ഡോട്ട്സ് ഇതിനും കൊടുക്കണം. നമുക്ക് ആനിമേഷൻസ് അതിനും നോക്കുക. ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ഏത് എലമെന്റ്സിനും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞ് പ്രിവ്യൂ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെ ആ ഡോട്ട്സ് കടന്നു വരും. ഈ രൂപത്തിൽ നമുക്ക് ചെറിയ ഒരു നമ്മുടെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ആ പ്രോഗ്രാമിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പേര് ആ ടെക്സ്റ്റ് ആ പോസ്റ്ററിനെ മാത്രം നമുക്ക് വീഡിയോ ആക്കിയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ക്യാൻവയുടെ ഒരു പ്രത്യേകത ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു. എലമെന്റ്സുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ഷേപ്സുകൾ ഉണ്ട്, ഗ്രാഫിക്സുകൾ ഉണ്ട്. ഗ്രാഫിക്സ് നമുക്കറിയാലോ, ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാകുന്നത്. ആ ഗ്രാഫിക്സുകളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇപ്പോ ഇതില് ഗ്രാഫിക്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ മുന്നേ യൂസ് ചെയ്ത കുറെ ഗ്രാഫിക്സുകളാണ് ഇതിലുള്ളത്. ഇനി അതല്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗ്രാഫിക്സ് ഇസ്ലാമിക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താണ്. അപ്പൊ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സുകൾ എന്തൊക്കെയാണുള്ളത് പലതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ ഇപ്പോ ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡൽ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇതായിട്ട് നമ്മൾ വെച്ചുകൊടുക്കണം. നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എലമെന്റ്സുകൾ നമുക്ക് കൊടുക്കാം. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഇതിൽ പ്രീസെറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ഒരു ഭാഗത്ത്? ഇതെല്ലാം ഫ്രീയിലും കിട്ടൂലേ? ഫ്രീയില് കിട്ടുന്നതിന് ലിമിറ്റ് ഉണ്ട്. നമുക്ക് പലതും എന്ത് ചെയ്യും, അതിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഉദാഹരണത്തിന് നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിന്റെ മറ്റ് ഇതിന്റെയൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കും അറിയാൻ പറ്റും. അത് നമുക്ക് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ വാട്ടർമാർക്ക് ഉണ്ടാകും. ഇതിൽ ചിലപ്പോൾ കാൻവ എന്നുള്ള വാട്ടർമാർക്ക് വരും അത് യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഗ്രാഫിക്സിൽ നമ്മൾ ഇതുപോലെ ഷേപ്സ്, ഗ്രാഫിക്സ്, പിന്നെ 3D ഇതൊക്കെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. ഇനി ഈ ഫോട്ടോ ഫ്രെയിം ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ജസ്റ്റ് ഒരു ഞാൻ ഇത് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ഡിവൈസിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മൾ ഇവിടെ കൊടുത്താൽ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഫോട്ടോയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അഥവാ നമ്മൾ ഇനി ഫോട്ടോസിൽ പോയിട്ട് നമുക്ക് ഒരു ഫോട്ടോ കൊണ്ടുവരണം. ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് ഈ ഒരു മക്കുണ്ട്, ഈ ഒരു ഫോട്ടോ നേരെ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ കണ്ടോ, നേരെ അതിന്റെ ഉള്ളിലായി. വളരെ സിമ്പിൾ ആണ്. ഫോട്ടോ ഫ്രെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ ധാരാളം കണക്കിന് മോഡലുകൾ ഉണ്ടാവും. ആ മോഡലുകളിൽ ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലുള്ള പിക്ചർ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് ആ രൂപത്തിലേക്ക് ആയി മാറും. അതിലേക്കാണ്ട് യോജിച്ച് നിൽക്കുന്ന രൂപത്തിൽ ആവുന്നില്ല. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇതിലെ ഈ മോക്കപ്പുകളും ഇതേ രൂപം തന്നെയാണ്. ഇതിന് കുറച്ച് ഈ ഒരു രൂപത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് ഇതുണ്ടാകുക. അപ്പോ ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ഫ്രെയിം കൂടെ അതിന് ഉണ്ടാവുന്നുണ്ട്. ഇത് മറ്റേ ആ എലമെന്റ്സ് മാത്രമാണ്, ഇതിനൊരു ഫ്രെയിം കൂടെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, പിക്ചറിനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓപ്ഷൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്
ഇതിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ എലമെന്റ്സ് നമ്മൾ കഴിഞ്ഞ ഒരു പോസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ എലമെന്റ്സ് എന്നുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടെ നമ്മുടെ പോസ്റ്റർ അല്ലെ, നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, പിക്ചർ ആഡ് ചെയ്യുന്നത്, അതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇനി പറയാനുള്ളത്. അപ്പോൾ അപ്ലോഡ് ചെയ്യണത് നമ്മൾ ഇതിൽ ഈ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലുള്ള ഡിവൈസിലുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ ഇതിലേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റുന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതുള്ളത്. അപ്പൊ നമ്മൾ അപ്ലോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചറോ ഒരു ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഫോട്ടോ നേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അപ്ലോഡ് ചെയ്ത നമ്മളുടെ എന്തിന്റെ ഫയല് നമ്മുടെ ക്ലൗഡിലേക്കാണ് ഇത് സേവ് ആകുക. അപ്പൊ നമുക്ക് ഇനി എവിടുന്ന് നമ്മൾ തുറന്നു കഴിഞ്ഞാലും ഈ ഫയൽസ് മുഴുവൻ, ഇതിൽ സേവ് ആയ ഫയൽസ് മുഴുവൻ നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ആ ഒരു ഫയല്, ആ ഒരു പിക്ചർ നമുക്ക് പിക്ചർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് മലയാള ടൈപ്പിംഗ് ഇല്ലാത്ത, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ ചെയ്യാറുള്ളത് മലയാളം ടൈപ്പിംഗ് ഇതിൽ ക്യാൻവയിൽ അധികം എൻ്റെ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മള് പിക്സൽ ലാബ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, നമ്മുടെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന പിക്സൽ ലാബ്, ആ പിക്സൽ ലാബിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലുള്ള നമ്മൾ മലയാളം ടൈപ്പ് ചെയ്ത് നേരെ അതൊരു ഇമേജ് ആയിക്കൊണ്ട്, അഥവാ അത് ജസ്റ്റ് ഒരു സേവ് ആസ് ഇമേജ് ആക്കിയിട്ട് അതിൽ നമ്മളുടെ PNG അതിൽ അൾട്ര ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്ത് എന്ത് ചെയ്യാണ്, നേരെ മറ്റേതിലേക്ക് നമ്മൾ ഇടാണ് ചെയ്യുക. ഓക്കെ, അത് നമ്മളിപ്പോ സേവ് ചെയ്തു. ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇവിടെ അത് ആ ഒരു പ്രോസസ്സിങ്ങിന്റെ ടൈമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടി. അത് നമുക്ക് അതിനനുസരിച്ച് ഒരു പിക്ചർ ആയിട്ട് എങ്ങനെയാണുള്ളത് ആ പിക്ചർ ആയിട്ട്, അത് PNG ഫയലായിട്ട് നമ്മളിങ്ങനെ സേവ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നമുക്കത് കിട്ടും എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് മലയാളം ടൈപ്പിംഗ് അങ്ങനത്തെ ഒരു വിഷയം ഇതിലുണ്ട് എന്നുള്ളത്. ഇനി മലയാളം നിങ്ങൾക്ക് മലയാളം ടെക്സ്റ്റ് അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള ഇതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തതെങ്കിൽ അത് വളരെ നമുക്ക് അതന്നെ എന്ത് ചെയ്യാം, അതിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കണ്ട് നമുക്ക് കൊണ്ടുപോയി. ഇതിപ്പോ എനിക്ക് ഈ ഒരു കൊണ്ടുവന്ന കാര്യത്തെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂല, എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ഞാൻ ഈ സാധനം ഞാൻ എന്ത് ചെയ്യണം, ഈ വന്ന ഈ ഒരു ക്യാൻവാസിലുള്ളത് എനിക്ക് ഇതിന്റെ ആദ്യത്തെ പ്രവാചക എന്നുള്ളത് ചെറുതും സ്നേഹം എന്നുള്ളത് വലുതുമായിട്ട് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, എനിക്കിത് എഡിറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇതിനെ ക്രോപ്പ് ചെയ്ത്, അഥവാ ആദ്യത്തെ ഭാഗം ഇതുപോലെ ഒന്ന് ക്രോപ്പ് ചെയ്യും, പ്രവാചക എന്നുള്ളത് ക്രോപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് വീണ്ടും അതിന്റെ കോപ്പി എടുത്തിട്ട് അടുത്ത ഭാഗം ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇത് പോകുന്ന ഭാഗം വരെ നമ്മൾ സ്നേഹം എന്നുള്ള ആ ഭാഗം കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ, വലുതാക്കുക. അപ്പൊ സ്നേഹം എന്നുള്ള ഭാഗം വലുതായി, കുറച്ചുകൂടി ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്ററിന് നമ്മുടെ ഭാവനക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. ഈ രൂപത്തിൽ നമുക്ക് എഡിറ്റിംഗ് വരുത്താം. മലയാള ടെക്സ്റ്റ് ആകുമ്പോഴുള്ളൊരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്, അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി മലയാള ഫോണ്ട് നിങ്ങളിൽ ഉള്ളതാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പറഞ്ഞ അപ്ലോഡ്സിൽ നമുക്ക് കൊണ്ടുവരാം. വീഡിയോസ് ആണ്, നമുക്ക് വീഡിയോ ആ രൂപത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ വീഡിയോ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഫ്രെയിം ഉണ്ടെങ്കിൽ ആ ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഫ്രെയിമിൽ മാത്രമാണ് ആ വീഡിയോ വർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എഡിറ്റിങ്ങുകൾ നടത്തുന്നത് എന്നുള്ളത്. വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇനി ഓഡിയോ നമുക്ക് കൊണ്ടുവരാൻ ചില ഇതിലൊക്കെ നമുക്ക് വീഡിയോസിന്റെ കൂട്ടത്തിൽ നമുക്ക് ഓഡിയോ കൊണ്ടുവരണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നേരെ അതിലേക്ക് കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് നമുക്ക് പറയാൻ സമയം ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഡിസൈനിങ്ങിന്റെ നമുക്ക് PPT മറ്റു കാര്യങ്ങൾ പ്രസന്റേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ കൊണ്ടുവരാം. ഇനി നമ്മൾ അപ്ലോഡ് ഫോൾഡർ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഒരു ധാരാളം, ഇപ്പോൾ ഒരു 100-ലധികം
അല്ലെങ്കിൽ ഒരു 50-ലധികം ഫയൽസ് ഒക്കെ ഉള്ളത് അത് ഒന്നിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫയലായിട്ട് തന്നെ നേരിട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ആ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ ഫയൽസിൽ ഫോൾഡേഴ്സിലായിരിക്കും അത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായത്? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ ഈ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ, ഒരു പോസ്റ്റർ മേക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ഇനി ഇതിലുള്ള ഈ ഒരു പേജ് നമ്മൾ അത് വീണ്ടും അടുത്ത പേജുകളൊക്കെ ആക്കണമെങ്കിൽ ആഡ് പേജുകൾ അത് കൊടുത്താൽ പുതിയ പേജ് വരും. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണിത്, അത് കൊടുത്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വരും. പിന്നെ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ധാരാളം പേജുകളുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അടിയിലുള്ള പേജ് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എത്ര പേജുകളാണുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ കാണിക്കും. അതിൽ നിന്ന് ഏതുവാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് ആ ഓപ്ഷൻസുകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ പുതിയ ഒരു ക്യാൻവയുടെ പുതിയൊരു ഫീച്ചർ ഉണ്ട്, അതാണ് നമ്മൾ പറയണത്. ഇത് സേവ് ചെയ്യണ കാര്യം കൂടെ നമ്മൾ പറയാം. ഇതിൽ നമ്മൾ 3 ഓപ്ഷൻസ് ഇവിടെ കാണാമല്ലോ. ഇത് പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ ഒരു വർക്കിന്റെ അതിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടും. അത് ഇനി ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ആണ് നമ്മൾ ഡൗൺലോഡ്. ചില ആൾക്കാർക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടാകും അവിടെ, അത് നോക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. പക്ഷെ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഇതിൽ ഡൗൺലോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണാം. ഫോട്ടോ ആണെങ്കിൽ കുറെ ഓപ്ഷൻസ് കാണാം, JPG, അതുപോലെ തന്നെ PNG, പിന്നെ PDF, അതുപോലെ PDF പ്രിന്റ് തുടങ്ങിയിട്ടുള്ള കുറെ ഓപ്ഷൻസ് കാണാം. ഇതില് നമ്മൾ എന്ത് പർപ്പസിനാണ് നമ്മളത് സേവ് ചെയ്യണത്? ചില ആളുകൾക്ക് ഇത് സേവ് ചെയ്യണത് എന്തിനായിരിക്കും? പ്രിന്റ് എടുത്തിട്ട് ആളുകൾക്ക് കൊടുക്കാനുള്ള രൂപത്തിലായിരിക്കും. ചിലപ്പോ പോസ്റ്റർ ബാനറൊക്കെ ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ക്ലിയറും അതിന്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? PDF രൂപത്തിലാക്കേണ്ടി വരും. അപ്പൊ PDF പ്രിന്റിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കളറ് ഏറ്റവും ഇതിന്റെ അഡ്വാൻറ്റേജ് ഉള്ള CMYK എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കുണ്ടല്ലോ, ഈ ഒരു ചെറിയ ക്രൗണ്ട് ആ ഒരു കിരീടത്തിന്റെ ഇതുള്ളത് അത് പ്രീമിയം ഉള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ എന്ത് ചെയ്യും, അതിന്റെ ക്ലാരിറ്റി, അതിന്റെ കളർ പഞ്ചിങ് ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും. ഇനി അതല്ല നമ്മൾ ഇമേജ് ആണ് എടുക്കണമെങ്കിൽ JPG ഇതിലാണെങ്കിൽ നമ്മുടെ സൈസ് ഏതാണോ ആ സൈസ് നമ്മൾ കറക്റ്റ് ആക്കി കൊടുത്ത് ക്വാളിറ്റി നമ്മൾ കൂട്ടി കൊടുത്താൽ നമുക്ക് ആ ഒരു ഇമേജ് നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഇനി അതല്ല PNG ആണെങ്കിൽ, PNG നമുക്കറിയാലോ, അത് നമുക്ക് ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് ഇപ്പൊ ലോഗോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റ്സ് മാത്രമേ കിട്ടും. അത് ഇൻഷാ അല്ലാ പറയാം. ഇത് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടുന്ന ട്രാൻസ്പെറന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സൈസ് നമ്മൾ കൂട്ടി കൊടുക്കുക. പിക്സലിന്റെ സൈസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇതിന്റെ ക്ലാരിറ്റി കൂടും. ഓക്കെ, പിന്നെ ഇനി ലിമിറ്റ് ഫയൽ ലിമിറ്റ് അത് സൈസ് ലിമിറ്റ് ചെയ്ത് കാണേണ്ട, കംപ്രസ് ചെയ്താണ് വരണമെങ്കിൽ, അങ്ങനെയാണ് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റിൽ നോക്കിയതാ ഇത്ര ലിമിറ്റ് ആണ് അങ്ങനെ കൊടുക്കാം നമുക്ക് ക്യാബിയിൽ. അതല്ല ഇനി കംപ്രസ് ചെയ്തിട്ടാണ് വരണമെങ്കിൽ, കംപ്രസ് ചെയ്താണ് ലോ ക്വാളിറ്റിയിലാണ് വരണമെങ്കിൽ അതൊക്കെ നോക്കി കൊടുത്താൽ ലോ ക്വാളിറ്റിയിലായിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വേറൊരു ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഇതിലുള്ള എലമെന്റ്സുകൾ എന്തെങ്കിലും, ഇപ്പൊ എനിക്ക് ഈ ഒരു പ്രോഫ്കോൺ എന്നുള്ള ഭാഗം മാത്രം എനിക്ക് സേവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിമ്മ സെലക്ട് ചെയ്തിട്ട് ഈ 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ അതിലേറ്റവും അടിയിലായിട്ട് ആൾട്ടർനേറ്റീവ് അല്ല, ഷോ എലമെന്റ്സ് അല്ല, ഇതിലുള്ള എലമെന്റ്സുകൾ കേട്ടോ. ഒരു മിനിറ്റ്, ഈ ഒരു നമ്മളുടെ ഈ ഒരു ചിഹ്നം ഇതാണ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ ഇൻഫോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്തെ മാത്രമായിട്ട് വരുന്നില്ലല്ലോ, മുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആ എലമെന്റ് മാത്രമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പിക്ചറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതില് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റുന്നാണ് മനസ്സിലാക്കുന്നത്. പലതും ഓപ്ഷൻസ് പലതും കിട്ടാറുണ്ട് ഇതില്.
ഇതൊരു പിക്ചറാണ്. ഈ ഒരു പിക്ചറിനെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. എടുത്തു മാറ്റിയതാണോ എന്താണോ അറിയില്ല. ഇൻഫോയിൽ കണ്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷന്, അത് പിക്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ രൂപത്തിൽ അത് മാത്രമായിട്ട് ഒരു പോസ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് നോക്കി കഴിഞ്ഞാൽ അത് മാത്രം നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. അത് എല്ലാം പറ്റൂല നമുക്ക്. അതിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഓപ്ഷന് പലതിലും, ചിലതിൽ അത് കാണിക്കണില്ല. ഓക്കെ, ടെക്സ്റ്റിലൊന്നും അത് പ്രത്യേകമായിട്ട് കാണിക്കണില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ പറയാൻ പോണത്. ഇതുവരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോണത് നമ്മളുടെ പുതിയൊരു ഫീച്ചറാണ് നമ്മുടെ ജെമിനായി. നമുക്കറിയാലോ, അത് വെച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഇപ്പൊ പല ആളുകളും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്ററുകളും മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, AI ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്തിട്ട് AI ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പോസ്റ്ററുകൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ടാകും. പക്ഷെ ചെറിയ മിസ്റ്റേക്കുകൾ അതിൽ കടന്നു വരും അല്ലെ, നമ്മുടെ ടെക്സ്റ്റിലൊക്കെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയ ആളുകളുണ്ടോ? ചില മലയാളം ഫോണ്ടിലൊക്കെ മലയാളം ആണെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വരും. ടെക്സ്റ്റിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും. ഡിസൈൻ ഒക്കെ വളരെ ഉഷാറായിരിക്കും, പക്ഷെ ടെക്സ്റ്റ് ചിലപ്പോൾ അവിടെ മനസ്സിലാകാത്ത രൂപത്തിലോ മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ആണ് ഇപ്പോ എന്ത് ചെയ്തത് ജെമിനായി ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. അഥവാ ജെമിനായും അതുപോലെ ക്യാൻവയും കൊളാബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കാം. അഥവാ നമ്മളുടെ ഈ ഒരു ജെമിനായി അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്ററുകളെ നമുക്ക് ക്യാൻവയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, നമ്മളുടെ ഇതിലുള്ള അക്കൗണ്ടും നമ്മൾ ക്യാൻവയിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടും സെയിം ഇമെയിൽ ID ഉപയോഗിച്ചാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതല്ലാതെ ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷെ പല ആളുകളും പറയുന്നത് അത് അങ്ങനെ ആകുന്നതാണ് ഇത് എഡിറ്റ് ഓപ്ഷൻ ഒക്കെ വരാൻ ഏറ്റവും യോജിച്ചത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് എങ്ങനെ എഡിറ്റബിൾ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോണത്. ആദ്യം നമ്മൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ എനേബിൾ ചെയ്യണം. അതിന് നമ്മളുടെ ഈ ഒരു ജെമിനി എടുത്ത് അതിന്റെ സെറ്റിംഗ്സിന്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷനുകൾ ഇതിൽ കാണാൻ കഴിയും. ഓക്കെ, ഇതില് സെറ്റിംഗ്സിൽ നമ്മൾ പോവാം. ഒരു മിനിറ്റ്. ഇതില് നമ്മൾ പേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകളിലും ഈ രൂപത്തിൽ തന്നെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡ് ആപ്സ് എന്നുള്ളൊരു അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. ചില ആൾക്കാർക്ക് അങ്ങനെ എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അതിൽ നമ്മൾ കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ആപ്പുകൾ, ഈ ജെമിനയുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവസാന അടിയിലേക്ക് പോകണ്ട ക്യാൻവ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റിംഗ്സിൽ പോയിട്ട് ഒന്നുകൂടി പറയാം. നമ്മള് ഇതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അതില് പേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതില്ലെങ്കിൽ ചില ആളുകൾക്ക് എക്സ്റ്റൻഷൻസ് എന്നുള്ള രൂപത്തിലായിരിക്കും അതിലുണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ക്യാൻവ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും, അത് നമ്മൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രൈവസി കാര്യങ്ങൾ ചോദിക്കും, അത് നമ്മൾ കണക്ട് കൊടുക്കുക. കണക്ട് കൊടുക്കുന്നതോടുകൂടെ അതെന്ത് ചെയ്തു, ഓക്കെ ആയി. ഓക്കെ, ഇനി ഇതിലെ ചില ആളുകൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ മുന്നേ ചെയ്തത് കൊണ്ട് ഞാൻ മറ്റൊരു ഇതും കൂടെ കാണിക്കാം. മുന്നേ ചെയ്തത് കൊണ്ട് ചിലപ്പോ ഇതിൽ ഒരു ഓപ്ഷൻ, ഇത് നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാൻവയിലേക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും,
ഒരു മെസ്സേജോ അല്ലെങ്കിൽ മെയിലോ ഒക്കെ ആയിട്ട് വരും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാൻവ അതൊന്ന് ചിലപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അത് ലോഗിൻ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കൊടുത്തിട്ട് അതിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഇപ്പൊ ഞാൻ ഈ ക്യാൻവ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ക്യാൻവയിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, അഥവാ നിങ്ങൾക്ക് ഈ ജെമിനായുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഏത് പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് ചോദ്യം. ഇപ്പൊ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഹംസാഫാം എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം അല്ല ഞാൻ യൂസ് ചെയ്യും. ഞാൻ ഇവരുടെ ടീംസ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം, എനിക്ക് സ്വിച്ച് ടീംസ് എന്നുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഡിജി പ്രൊഡക്റ്റ് എന്നുള്ള ഈ ഒരു അവരുടെ ബ്രാൻഡിന്റെ ഒന്നുണ്ട്. അപ്പൊ ഞാനിത് സെലക്ട് ചെയ്യേണ്ടത് ക്യാൻവ അതിൽ കൊടുക്കേണ്ടത് ഏതാണ്, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു ടീമിന്റെ ഈ ഒരു ഭാഗമാണ്. അതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യില്ല, അതിൽ എനിക്ക് പ്രീമിയം അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ലിമിറ്റേഷൻസ് വരും. മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ ഈ ഇതിൽ ചെയ്യുന്ന ഓപ്ഷൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. ഞാൻ ഒരു പോസ്റ്റർ ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലൊരു മാറ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു മാറ്റർ തന്നെ നമ്മൾ എടുക്കുക. നമ്മളുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു മാറ്റർ ആണ്. ജസ്റ്റ് ഞാൻ അതിന്ന് കോപ്പി ചെയ്തെടുക്കാണ്. ഞാൻ പുതിയൊരു ചാറ്റിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം നമ്മൾ ഒരു പിക്ചർ ആക്കി, നമുക്കറിയാലോ ഇതില് ജെമിനയിൽ നമ്മൾ പിക്ചർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലെന്ത് ചെയ്യണം, നമ്മൾ ഇമേജസ് എടുത്തു കഴിയാൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഒരു പിക്ചർ നമുക്ക് തരുള്ളൂ. അഥവാ ഇമേജസ് എടുത്തിട്ട് ആ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോഴാണ്, നാനോ ബനാനിന്റെ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, അത് നല്ലൊരു പിക്ചർ ആയിട്ട് നമുക്ക് കിട്ടുക. മറ്റേത് പിന്നെയും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരും. ഞാനിതിന്റെ ടെക്സ്റ്റ് ഇവിടെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതില് ശ്രദ്ധിക്കേണ്ടത് മലയാളം ഫോണ്ട്, ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളം ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത്, നമ്മളുടെ ക്യാൻവയിൽ മലയാളം ഫോണ്ട് കാര്യങ്ങളിൽ ചിലപ്പോൾ ആ ഫോണ്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതില് പിക്ചർ ആയിട്ട് വരുന്നതില് മലയാളം ഫോണ്ട് നമ്മളുടെ ക്യാൻവ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, മലയാളം ഫോണ്ടിനെ എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആ ഓപ്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ ഒരു ഇതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് മലയാളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോ ഒരു ക്യാപ്ഷൻ ആണ്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഡിസൈനിങ് ആൻഡ് വീഡിയോ മേക്കിംഗ് എന്നിട്ടുള്ള ഒരു ക്യാപ്ഷൻ. അത് ഫസ്റ്റ് കൊടുത്ത് പിന്നെ ഇതാരാണ്, നമുക്ക് എപ്പോഴും ഈ ജെമിനയിലൊക്കെ നമ്മൾ ഒരു പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ ഒരു മോഡൽ, അതിന്റെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അഥവാ ഇതാണ് ഇതിന്റെ എന്ത് ചെയ്യേണ്ടത്, ഹെഡ്ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ വരാൻ, ഹെഡ്ലൈൻ അല്ല നമ്മളുടെ തീമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ്, നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. തീമായിട്ടാണ് ഇതാണ് വരേണ്ടത്. ആരാണ് നടത്തുന്ന ഓർഗനൈസർ എന്നുള്ളത് വിസ്ഡം യൂത്ത് നാഷണൽ കമ്മിറ്റി. പിന്നെ ഈവന്റ് ടൈറ്റിൽ, എന്താണ് ടൈറ്റിൽ കൊടുക്കണം, അപ്പോൾ ക്യാൻവ ട്രെയിനിങ് ഓൺലൈൻ വർക്ക്ഷോപ്പ് എന്നുള്ളത് ഇതാണ് ടൈറ്റിലായിട്ട് വരേണ്ടത്. ഇനി വെൽക്കം ടു ഓൾ, അതിൽ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പൊ അതിന്റെ ആ ഭാഗം കൊടുത്തു. ഇനി ടോപ്പിക് ഓഫ് സ്റ്റഡി, നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗം എന്താണ് എന്നുള്ളത് കൊടുക്കേണ്ട ഭാഗമാണെങ്കിൽ ഇങ്ങനത്തെ ഇമോജികളും കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തരുത്. അത് ആ ഇമോജികൾ അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ പിക്ചറിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ സ്റ്റാറോ അതല്ലെങ്കിൽ ഡോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇത് ഈവന്റ് ഡീറ്റെയിൽസ്, അത് ടൈം കാര്യങ്ങൾ ഇതിങ്ങനെയാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാല് പ്ലാറ്റ്ഫോം, ടൈം,
സൂമിലാണ് ഒക്കെ. ഇനി പ്രസന്റർ അതും കൊടുത്തു. ഇതിന്റെ ഇടയിലൊക്കെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് അവർക്ക് എന്ത് ചെയ്തു ക്യാച്ച് ചെയ്യാൻ രജിസ്ട്രേഷൻ എന്നുള്ളത് രജിസ്റ്റർ നോ എന്നുള്ള ഈ ഒരു ഭാഗം മതി. എന്നിട്ട് ഇതിനെന്ത് ചെയ്യാം, നമ്മള് ഒരു എന്താണ് ഇത് ആക്കി വരേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ നമുക്ക് അറിയുന്ന രൂപത്തിൽ എങ്ങനെ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് കൊടുക്കാം. ശേഷം എന്ത് ചെയ്യാണ്, നമ്മൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്ത് അവര് പ്രോസസ് ചെയ്ത് ഇൻഷാല്ലാ അതിലൊരു പിക്ചർ ആയിട്ട് അത് വരും. അത് നേരിട്ട് ഞാനിത് മുന്നേ ചെയ്തതുകൊണ്ട് കേട്ടോ ഇത് കണക്റ്റിംഗ് ടു ക്യാൻവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. ഇത് സാധാരണ നമുക്കൊരു പിക്ചർ ആയിട്ടാണ് വരിക. ക്രിയേറ്റ് യുവർ ഇമേജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒരു പിക്ചർ ആയിട്ടാണ് നമുക്ക് വരിക. ഫസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒരു പിക്ചർ ആയിട്ടാണ് നമുക്ക് ഇതിൽ വരിക. ഓക്കെ, ഇതുണ്ടോ നമുക്ക് യൂത്ത്. ഇത് നമ്മൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് എന്താണ്, ഇതിൽ നമ്മൾ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ആ ലോഗോ ആയിട്ട് കിട്ടും. ഇപ്പൊ ഇത് ഈ രൂപത്തിലൊരു പിക്ചർ നമ്മൾ ജസ്റ്റ് ഒരു ഇത് കൊടുത്തപ്പോൾ അതിനനുസരിച്ച് ഒരു പിക്ചർ ആയിട്ട് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല്, നമ്മളിവിടെ ഈ ഇമേജ് എന്നുള്ള ഈ ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ട്, അവിടെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, അറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ക്യാൻവ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൽ ജസ്റ്റ് കൊടുക്കുക മേക്ക് ഇറ്റ് എഡിറ്റബിൾ. അതായത് എഡിറ്റ് ചെയ്യാനുള്ള രൂപത്തിൽ ഇതിന് ക്യാൻവയിൽ തരിക എന്നുള്ള ഒരു ഇതാണ് ചോദിക്കുന്നത്. ജസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അറ്റ് കൊടുത്ത് ക്യാൻവ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് മേക്ക് ഇറ്റ് എഡിറ്റബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കണക്റ്റിംഗ് ടു ക്യാൻവ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് അതിലൊരു ലിങ്ക് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും. സമയമായിട്ടുണ്ടോ ഏകദേശം? കുറച്ചൊരു ടൈം ഉണ്ട്. എല്ലാവർക്കും പറയണൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അതാ നമുക്ക് ലിങ്ക് ആയിട്ട് കിട്ടി. ഇനി ഞാൻ നേരെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്റെ ക്യാൻവയിലേക്ക് നേരെ അത് ജമ്പ് ചെയ്തു. ഇനിയാണ് നമുക്കിതിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ വിസ്ഡം എന്നുള്ളത് എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. വിസ്ഡം യൂത്ത് എന്നുള്ളത് ഈ എലമെന്റ്സ് എനിക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് വിസ്ഡത്തിന്റെ ഒരു ഇത് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ വർക്ക്ഷോപ്പ് ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണ്ടോ, ഇതിലുള്ള ഈ ഫോട്ടോസ്, ഈ കാര്യം ഞാൻ ക്ലിക്ക് ചെയ്യണതൊക്കെ നമുക്ക് എന്താണ് എലമെന്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഇതിൽ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആരോ പിക്ചറൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ നേരത്തെ എടുത്തൊരു ഭാഗമാണ് നമ്മുടെ ഇതിന്റെ ഈ ഒരു ക്യാൻവ. ഇത് അതേപോലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു, അതേപോലെ നമ്മൾ എടുത്തതാണ്. ഇതല്ല, ഈ ഒരു ഭാഗം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിൽ. അപ്പോൾ ഇപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു ജെമിനയിൽ നമ്മളൊന്ന് നല്ല രൂപത്തിൽ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നേരെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ വിസ്ഡം ഇതൊക്കെ അതിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്നതാണ്. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് നമ്മളെ അക്കൗണ്ട് ജെമിനയിൽ നമ്മൾ ഒരേ അക്കൗണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മൾ പിന്നെ ഇതിപ്പോ വിസ്ഡം മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ വിസ്ഡം കൊടുത്താൽ ഈ ഒരു സാധനം തന്നെ ആയിരിക്കും അവിടെ വരിക. അതാ നമ്മുടെ ഈ ഒരു വിസ്ഡം തന്നെ ആയിരിക്കും അവിടെ വരിക. കാരണം നമ്മൾ മുന്നേ ഇതിന്റെ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ലോഗോ ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ടൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെ ഉപകാരമായിരിക്കും. ഇതിലുള്ള രജിസ്റ്റർ നൗ ഇതില് ഈ രൂപത്തിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലമെന്റ്സ് ഒക്കെ എടുത്ത് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു പണിയില്ലാതെ
മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ വലിയ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ജെമിനായി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് നല്ല ഒരു വൃത്തിയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇതേപോലെ ഓരോന്നും കൃത്യമായിട്ട് കൊടുക്കുക. ഇനി ആദ്യമായിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ, പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഒക്കെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അവർ കൊടുക്കേണ്ടത് ഈ പോസ്റ്റർ എങ്ങനെയാകണം, അഥവാ ഇത് ഇസ്ലാമിക് രൂപത്തിലുള്ള ഒരു പോസ്റ്റർ ആകണം, അതല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനെങ്ങനെ പറഞ്ഞ് അതിന്റെ പോയിന്റ്സുകൾ ഇതിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കൊടുത്തതിന് ശേഷം ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ ഒരു പോസ്റ്ററിൽ തന്നെ നമ്മൾ എഡിറ്റിംഗ് വരുത്താണ്. ഇപ്പൊ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇത് പേസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രോഗ്രാം പോസ്റ്റർ, എന്നിട്ട് എന്ത് ചെയ്യാ, പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതില് should be include, ഇത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ചിലതിലൊക്കെ ഇപ്പൊ നേരത്തെ ഒരു മനുഷ്യന്റെ പിക്ചർ വന്നു, അപ്പൊ നമുക്ക് പിക്ചർ പാടില്ല, അപ്പൊ പിക്ചർ വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കണം. നെവർ യൂസ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഫോട്ടോസ്. ഓക്കെ, ഇത് കൊടുത്തു. ഇനി അടുത്ത് വേറെ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ജനറേറ്റ് ചെയ്ത് തരും. അതാണ് നമ്മൾ ഈ ഒരു ജെമിനിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ, ഇപ്പൊ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നി, ആ പിക്ചറിനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇപ്പൊ ഈ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്തു, പോസ്റ്റർ മാറി. ഇനി നമുക്ക് ഈ പോസ്റ്ററിന്റെ സൈസ് ഇതല്ല വേണ്ടത്, അപ്പൊ നമ്മൾ വീണ്ടും കൊടുക്കുക മേക്ക് ഇറ്റ്, അല്ലെങ്കിൽ റീസൈസ്. ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് മലയാളത്തില് സാധാരണ മലയാളത്തിൽ കൊടുത്താലും ഇത് എന്ത് ചെയ്യും, ഈ രൂപത്തിൽ എഡിറ്റ് ചെയ്ത് ടു ഇൻസ്റ്റ പോസ്റ്റ് സൈസ്. നമ്മളിങ്ങനെ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള എഡിറ്റിങ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യും, അതിന്റെ എഡിറ്റിങ്സും കാര്യങ്ങളും മാറിയിട്ട് നമുക്ക് വരും. കണ്ടോ, ഇത് ഇൻസ്റ്റന്റ് പോസ്റ്ററിന്റെ സൈസ് ആണ് ഇതുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമായില്ല, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ആ രൂപത്തിൽ നമ്മൾ പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇനി ഇതില് നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് കൊണ്ടുവരണം, അത് ആ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഈ ഒരു പോസ്റ്ററിന്റെ യൂസ് ദിസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്താൽ മതി. അറിയില്ല, ഓരോ നമ്മളിങ്ങനെ ചെയ്യുമ്പോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, പുതിയതായിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ചിലപ്പോ അതിൽ തെറ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളർത്തി നല്ല രൂപത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഭാവനക്കനുസരിച്ചതാ ഉണ്ടാവും. ഇത് ആ രൂപത്തിലുള്ള ഒരു സാധനത്തിന് നമുക്ക് ഇതിലിപ്പോ ഒരു വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത്, നമ്മള് കറക്റ്റ് ആയിട്ട് ഇത് നമ്മള് ഇതിൽ പറഞ്ഞ് നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൽ വരുന്നുള്ള. പിന്നെ പരമാവധി നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്തതും
അതുപോലെ തന്നെ പിന്നെ അടിയിലേക്ക് എത്തുമ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കറിയാലോ. ഫസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വരിക. അത് ജെമിനിയുടെ ഒക്കെ ഒരു ഇപ്പോഴത്തെ ഒരു ഈ പെയ്ഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കൊടുക്കുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവ അഥവാ ക്യാൻവ കൊടുക്കണമെങ്കിൽ നേരെ അറ്റ് കൊടുക്കുക, ക്യാൻവ മേക്ക് ഇറ്റ് എഡിറ്റബിൾ എന്ന് കൊടുത്താൽ മതി. അതിന് നമുക്ക് ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് തരും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ 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 ഇൻഷാല്ല. അപ്പോ ഇന്നിപ്പോ ഇത്ര മതി, ഇപ്പൊ തന്നെ ധാരാളം ആയിട്ടുണ്ട്. ഏതായാലും ഇത് എല്ലാവരും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഒന്ന് ഉപയോഗപ്പെടുത്തുക. അവരൊരു പഠിച്ച ഭാഗങ്ങളും ഇതൊക്കെ നോക്കിയിട്ട് ഇതിങ്ങനെ ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നമുക്ക് ഓരോ എലമെന്റ്സുകളും അതുപോലെ തന്നെ ഓരോ ടൂളുകളൊക്കെ നമ്മൾ തന്നെ എടുത്ത് നോക്കിയിട്ട് അത് പരിശോധിക്കുക. പിന്നെ ഇതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻവയുടെ അപ്ഡേറ്റ്സുകൾ പലതും വരും. അതിങ്ങനെ AI വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും എന്ത് ചെയ്യാണ്, അതിന്റെ അഡ്വാൻസ് ആയിട്ട് കുറെ കൂടി വരികയാണ്. നമുക്ക് ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഈ ജെമിനി ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ വരെ സിമ്പിൾ ആയിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ എന്ത് അതിനേക്കാളും എളുപ്പമാകും. അപ്പൊ നമുക്ക് നമ്മുടെ സമയം ലിമിറ്റഡ് ടൈമാണ് ഉള്ളത്. ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറായി. 9:10 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 10:10 കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഇൻഷാല്ല അതിനൊരു വിശാലമായിട്ട് നമുക്ക് പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇരിക്കേണ്ടി വരും. അപ്പൊ വീഡിയോന്റെ ഒരു ചെറിയ രൂപം പറഞ്ഞല്ലോ, നമ്മൾ പോസ്റ്റർ ചെയ്യുന്നതിൽ തന്നെ നമുക്ക് എലമെന്റ്സുകൾ നമ്മൾ വെച്ച് അതിനെ ആനിമേഷൻ ചെയ്ത് ആനിമേഷൻ ഇതാക്കി കൊടുത്താൽ നമുക്ക് അത് എന്ത് ചെയ്യാം, അതിനെ വീഡിയോ ആക്കിയിട്ട് ചെറിയ വീഡിയോ ആക്കിയിട്ട് മാറ്റാം. അതല്ലാതെ ആ ഒരു പോസ്റ്ററിന്റെ സ്ഥലത്തേക്ക് നമ്മളൊരു വീഡിയോ ആണ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എടുത്തൊരു വീഡിയോ ആ വീഡിയോനെ അതിൽ അപ്ലോഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അവിടെ നമുക്ക് ആ വീഡിയോനെ നമുക്ക് എഡിറ്റ് ചെയ്ത് അതിലേക്ക് എലമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് അതിലേക്ക് ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ നമുക്കൊരു വീഡിയോ ആക്കി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇൻഷാല്ലാ അത് അടുത്ത പ്രാവശ്യം നമുക്ക് ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഇതിൽ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും നല്ല ഓപ്ഷൻസുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രൂപത്തിൽ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇൻഷാല്ലാ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അതിലാണ് നമ്മൾക്ക് ഇതിൽ വർധനവ് ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ആളുകൾ ചെയ്ത പോസ്റ്ററുകൾ അത് നമ്മൾ നോക്കുക, അതിന്റെ രൂപം, അതിന്റെ നല്ല ഭംഗിയുള്ള നമുക്ക് നല്ല വൃത്തിയുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് തോന്നുമ്പോൾ ആ പോസ്റ്ററുകൾ നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് ഫൂട്ടർ വെക്കേണ്ടത്, എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ടെക്സ്റ്റുകൾ എങ്ങനെയൊക്കെ അലൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. അപ്പൊ അത് കോപ്പി അടിക്കുക എന്നുള്ളതല്ല, പക്ഷെ അത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു രൂപം നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കല്ലേ? അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടോ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇനി സംശയമുള്ള ആളുകൾ മറ്റേ ക്യാൻവ അത് കണക്ട് ചെയ്യുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അതിന്റെ ഒരു വീഡിയോ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ക്യാൻവ പ്ലസ് ജെമിനൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ ആയതുകൊണ്ട് കുറെ ആളുകൾ അതിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ്. അത് എനേബിൾ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ആ രൂപത്തിലാക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരും ഇൻഷാല്ലാ. ഇനി ചെയ്തു നോക്കുമ്പോഴാണ് ഒരുപാട് ഡൗട്ട് ഉണ്ടാകുക. അതെ അതെ, ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്ററുകൾ നമ്മുടെ ആദ്യമൊക്കെ ഇതിലുണ്ട്. അതിലെ 1-2 മാറ്ററുകളൊക്കെ കൊടുത്താൽ എല്ലാവരും എന്ത് ചെയ്യും, അതിലാണ് ചെയ്തോളൂ. നമ്മുടെ യൂത്തിന്റെ ഒക്കെ പ്രോഗ്രാമുകളൊക്കെ ധാരാളമായിട്ട് ഈ ഉണ്ടല്ലോ. അപ്പൊ അത് മാറ്ററുകൾ കൊടുത്താൽ ഓരോന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി ഇൻഷാല്ലാ. ഈ ChatGPT ആണെങ്കിലും അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതിന് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അത് എത്ര ഭംഗിയാക്കി കൊടുക്കണോ അത്രയും ഉഷാറായിട്ട് അത് ആ കൊടുക്കുന്ന പ്രോംപ്റ്റ് അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റിയാൽ അതിനനുസരിച്ച് നമ്മുടെ പോസ്റ്ററുകൾ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ കർമ്മമായിട്ട് തന്നെ നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. കാരണം ഇത് ദീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് ദീനിന് വേണ്ടി ഉപയോഗിക്കാനും ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സേവനം ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഓൾറെഡി നമ്മൾ ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. ഈ ക്ലാസ് എടുക്കാൻ നമുക്ക് സിസ്റ്റം യൂത്ത് സൗദി നാഷണൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നന്ദി പറയുന്നു. ഈ ട്രെയിനിങ് തിരിച്ചുവിട്ടതായിരിക്കും. So